ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങളുടെ ഗോസ്റ്റ് വീഡിയോ ആണ് ഞങ്ങൾ ഇടുന്നത്. ഗോസ്റ്റിനെ കാണുന്നതും ഗോസ്റ്റ് ഞങ്ങളെ പിടിക്കാൻ വരുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ചേട്ടാ, ഒരു കഥ പറഞ്ഞു തരാമോ? അപ്പൊ ശരി പോരെ, നിനക്കൊരു കഥയല്ലേ വേണ്ടേ? പ്രേതകഥ മതിയോ? മതി. പിടിച്ചോ. ഇത് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ്. അന്ന് ഈ കൊട്ടാരം ഭരിച്ചിരുന്നത് കളിയങ്കാട്ട് നീതി എന്ന് പറയുന്ന യക്ഷിയായിരുന്നു. ആ യക്ഷിയുടെ കഥയിലേക്കാണ് നമുക്കിന്ന് പോകേണ്ടത്. അപ്പോൾ ഈ വീടായിരുന്നു ആ യക്ഷിയുടെ വീട്. കണ്ടോ, ഈ വീടായിരുന്നു പണ്ട് യക്ഷി. ഇതൊരു തറവാടായിരുന്നു. പണ്ട് അങ്ങ് ചട്ടമ്പിച്ചാമി ഭരിച്ചൊരു തറവാടായിരുന്നു. ഇത് നമ്മൾ ബാംഗ്ലൂരിലല്ലേ ഇരിക്കുന്നത്? അല്ല, ഇത് തറവാടാണ്. ഇതാ തറവാടാണ്, ചട്ടമ്പിച്ചാമിയുടെ തറവാടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കഥയിലേക്ക് നമുക്ക് പോവാം. അങ്ങനെ വളരെ 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 നാളുകൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് പോവാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ഈ കഥ ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ ശരിയാക്കില്ല. നമുക്കൊന്ന് 13-14 നൂറ്റാണ്ടിലോട്ട് അങ്ങോട്ട് പോവാം. ഏതാണ്ട് ഒരു 1968. അപ്പോൾ ഇതായിരുന്നു ആ ഒരു യക്ഷി ജീവിച്ചിരുന്ന വീട്. ഈ തറവാട് പണ്ട് ചട്ടമ്പിച്ചാമി പണിഞ്ഞതായിരുന്നു. ഈ തറവാടിൻ്റെ പണി പൂർത്തിയായില്ല. അപ്പോഴാണ് ഇതോ ആ കാണുന്ന ഒരു പറമ്പിലായിട്ട് ഒരു യക്ഷിയല്ല, ഒരു പെണ്ണ്. ആ പെൺകുട്ടി ഇവിടെ പണിയാൻ വന്നപ്പോൾ ആ ഒരു ചട്ടമ്പിച്ചാമിക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തലയ്ക്ക് അടിച്ചുകൊണ്ട് ആ വാഴയുടെ അവിടെയാണ് കുഴിച്ചിട്ടത്. അമ്മ ആ യക്ഷി ഇപ്പോഴും ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് അതിനകത്തോട്ട് കയറി നോക്കാം. വർഷം 1930 ആണ് ഈ സംഭവം നടക്കുന്നത്. ബ്രിട്ടീഷുകാർ തന്നെ ഭയന്നപ്പെട്ടു പോയി. കാരണം എന്താ വെച്ചാൽ ഈ ഒരു നാട്ടിൽ പ്രേതമുണ്ടെന്ന് പറഞ്ഞ ഈ ബ്രിട്ടീഷുകാർ തന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോകുമായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ വിട്ടുപോയില്ല. കാരണം വെച്ചാൽ നാട്ടുകാരുണ്ടാക്കി പറഞ്ഞാണ് ഇവിടെ പ്രേതമുണ്ടെന്ന്. അത് മാത്രമല്ല, ഈ ബ്രിട്ടീഷുകാർ വന്ന നേരത്ത് അപ്പോൾ ഗൈസ്, നമ്മൾ വർഷം 1930. ഈ 1930 കാലത്ത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ എന്തോ പറയാൻ പോകുന്നത്. ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് മനസ്സിലായിട്ടില്ല. 1930 ഇവിടെ ബ്രിട്ടീഷുകാരുള്ള സമയത്തായിരുന്നു ഈ ഒരു കാര്യം നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്രേതമുള്ള ഒരു ദിവസമായിരുന്നു. അന്നേരം ഈ ബ്രിട്ടീഷുകാർ തന്നെ ഭയന്നുവിട്ട് പോയി. പ്രേതമോ? അന്നേരം എങ്ങനെയാണ് പ്രേതമുണ്ടെന്ന് ബ്രിട്ടീഷുകാർ തന്നെ പറഞ്ഞു പോയി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആ വീടിന്റെ ആ കൊട്ടാരത്തിന്റെ അടുത്ത് നമുക്ക് പോവാം. അപ്പം പോവാം. നമ്മളൊരു ഇതിലോട്ട് പോവാണ്. എടാ നീ മാറ, അവിടെ ഒരു രൂപം. ഒരു രൂപം. ഓടിക്കോടാ. നമ്മുടെ ശിവയും പിടിച്ചിട്ട് നമുക്ക് എന്തോ എവിടെ അറിയത്തില്ല. എനിക്കൊരു പൂജാരി നമ്പർ അയാളെ വിളിക്കാം. നമ്മളെ തിരുമേനി വരുന്നുണ്ട്. എനിക്ക് പുള്ളിക്കാരെ ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അടക്കാം. ആർക്കാണ് ബാധയുള്ളത്? ഇവിടെ ഒരു പ്രേതത്തിനെ ഞങ്ങൾ എല്ലാരും കണ്ടു. ഇവിടെ ആ കൊട്ടാരത്തിൽ, പണ്ടത്തെ നീലിയുടെ കൊട്ടാരത്തിലാണ്. ഈ കൊട്ടാരത്തിലാണ്. ആ ഉണ്ട്. അവിടെ കുറച്ച് ഞങ്ങളെ ഓടിച്ചു. എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ശിവ എന്ന് പറഞ്ഞ ഒരുത്തനെ കൊണ്ടുപോയി. നിങ്ങൾ മംഗളം ചെയ്തിട്ട് അതൊന്നും ആ പ്രേതത്തിനെ മംഗളമാണ് എങ്ങോട്ടാണ് ചോര കണ്ടപാട് കാണിക്കും ബാബു. അപ്പോൾ തിരുമേനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയാണ് പ്രേതബാധയുള്ളത്. ഇവിടെയാണ് ഞങ്ങളുടെ ശിവയെ കാണാൻ പറ്റും. ഞങ്ങളുടെ ശിവയെ കൊണ്ടുപോയത് ഇതുവഴിയാണ്. ശിവ എങ്ങനെ കൊണ്ടുപോയി? അയ്യോ പ്രേതം, അയ്യോ കുഴപ്പമില്ല. ഓ ഹരേ മന്ത്രം. തിരുമേനി തളച്ചു. ഇവരെ എന്തോ എടാ, അവൻ ചത്തു. എന്താണ് കാണിക്കുന്നത്? എല്ലാരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, കമന്റും ചെയ്യാൻ മറക്കല്ലേ. ബൈ.